കാസർഗോഡ് ജില്ലാ കേരളോത്സവത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് ജേതാക്കൾ. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ 2 ദിവസങ്ങളിലായി നടന്ന കലാമത്സരങ്ങളിൽ ഓരോ ഇനങ്ങളിലും വാശിയേറിയ മത്സരമാണ് നടന്നത്. കാസർഗോഡ് ജില്ലാ കേരളോത്സവത്തിൻ്റെ കലാമത്സരങ്ങൾ 2 ദിവസങ്ങളിലായി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നടന്നു. ജില്ലാ കേരളോത്സവ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം മാറ്റി അനുസ്മരണ യോഗമായാണ് സംഘടിപ്പിച്ചത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, സാഹിത്യപ്രതിഭ MT വാസുദേവൻ നായർ എന്നിവരുടെ വേർപാടിൽ യോഗം അനുശോചിച്ചു. രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വിലപ്പെട്ട സംഭാവനകളൊന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ട് സാമ്പത്തിക അധികാരാവകാശങ്ങൾ രാജ്യത്തിൻ്റെ ഓരോ കർമ്മപഥങ്ങളിലും സ്വീകരിക്കാനുള്ളതായിരുന്നു. അങ്ങനെയുള്ള ഒരു മഹാശ്രമം നടത്തി രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് പുതിയ ദിശാബോധം നൽകിയ ഒരു ധനകാര്യമന്ത്രി കൂടിയായിരുന്നു മൻമോഹൻ സിംഗ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഈ വർത്തമാനകാലത്ത് നമുക്ക് വളരെയധികം വേദനിപ്പിക്കുന്ന നഷ്ടമാണ് വരുത്തി വച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു MLA ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ സംബന്ധിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന കലാമത്സരങ്ങളിൽ ഓരോ ഇനങ്ങളിലും വാശിയേറിയ മത്സരമാണ് നടന്നത്. ഡിസംബർ 19-ന് ചെസ് മത്സരത്തോടെയാണ് ഇത്തവണത്തെ ജില്ലാ കേരളോത്സവത്തിന് തുടക്കമായത്. ഗെയിംസ്, അത്ലറ്റിക്സ് മത്സരങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടന്നു. ഡിസംബർ 26-ന് ഈ മത്സരങ്ങൾ സമാപിച്ചു. തുടർന്ന് 2 ദിവസങ്ങളിലായി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നടന്ന കലാമത്സരങ്ങളോടെ കേരളോത്സവം സമാപിക്കുകയായിരുന്നു. ജില്ലാ കേരളോത്സവത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് 505 പോയിന്റ് നേടി ജേതാക്കളായി. 353 പോയിന്റുമായി പരപ്പ ബ്ലോക്കാണ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. നീലേശ്വരം ബ്ലോക്ക് 321 പോയിന്റുമായി 3ാം സ്ഥാനം നേടി. കാറടുക്ക 288, കാസർഗോഡ് 197 എന്നിങ്ങനെയാണ് മറ്റ് ബ്ലോക്കുകളുടെ പോയിന്റ് നില. നഗരസഭാ വിഭാഗത്തിൽ കാഞ്ഞങ്ങാടിനാണ് 1ാം സ്ഥാനം. നീലേശ്വരം 2ാം സ്ഥാനം കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.